സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന റിയാദ് കോമഡി ഫെസ്റ്റിവലിനെതിരെ ഇപ്പൊ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോമഡി പരിപാടികളിലൊന്നായ റിയാദ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് 50-ലധികം കൊമേഡിയൻസ് ആണ്. അതില് കെവിൻ ഹാർട്ട്, ഡേവ് ഷപ്പേല്, റസൽ പീറ്റേഴ്സ് തുടങ്ങി അനേകം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ കോമഡി ഇൻഡസ്ട്രിയിൽ തന്നെ ഇതിനോട് എതിർപ്പുള്ള മറ്റ് പല കലാകാരന്മാരും ഉണ്ട്. മാത്രമല്ല, പൈസ കൊടുത്താൽ കൊമേഡിയൻസ് എന്ത് നാണം കെട്ട പരിപാടിയും ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് അമേരിക്കൻസും ഉണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്കയിലെ 9/11 അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഈ അറ്റാക്ക് നടത്തിയ 19 പേരിൽ 15 പേരും സൗദിക്കാരായിരുന്നു. അപ്പൊ ആ അറ്റാക്കിൽ ഒരുപാട് പേരുടെ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഈ അറ്റാക്ക് നടത്തിയതിൽ സൗദി അറേബ്യക്ക് ഭയങ്കരമായൊരു പങ്കുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗദി അറേബ്യയിൽ പോയിട്ട് അമേരിക്കൻ കൊമേഡിയൻസ് കോമഡി പറയുന്നത് അമേരിക്കൻസിന് അത്ര കോമഡി ആയിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല, പൂർണ്ണമായും രാജഭരണം നടക്കുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ വളരെ കുറവാണ്. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ വളരെ കുറവാണ്. ഈ ഇടയ്ക്കാണ് സ്ത്രീകൾക്ക് ഒരു മെയിൽ ഗാർഡിയന്റെ പെർമിഷൻ ഇല്ലാതെ രാജ്യത്തിന് പുറത്തു പോകാനുള്ള അവകാശം കിട്ടിയത് പോലും. പിന്നെ LGBT കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കൊന്നും സൗദി അറേബ്യയിൽ നിലനിൽപ്പ് പോലുമില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്ത ഒരു സ്ഥലത്തെ ലോകത്തിന് മുമ്പിൽ വെളുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് ഈ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ പരിപാടിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന എല്ലാ കൊമേഡിയൻസും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. അതായത് രാജകുടുംബത്തെ പറ്റിയോ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയോ റിലീജിയനെ പറ്റിയോ ഒന്നും തന്നെ അവർ കോമഡി പറയില്ല എന്ന് എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്ട്. കോമഡിക്ക് അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞ് ആരുടെയും മെക്കിട്ട് കയറിക്കൊണ്ടിരുന്ന അമേരിക്കയിലെ കൊമേഡിയൻസിനൊക്കെ ഇപ്പൊ എന്ത് പറ്റി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്.